വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരീസ് എ വർക്കിംഗ് ലൈവ് ലോഡ് ഓഫ് 2.5 kilonewton and dead load 3.5 kilonewton per meter. Design loads for limit state of collapse in kilonewton per meter. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡെഡ് ലോഡ് 3.5 kilonewton per meter എന്നും ലൈവ് ലോഡ് 2.5 kilonewton per meter എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിമിറ്റ് സ്റ്റേറ്റ് കൊളാപ്സ് ബേസ് ചെയ്ത് ഡിസൈൻ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കണം. ഈ ടോട്ടൽ ലോഡ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ അതിൻ്റെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറിൻ്റെ വാല്യൂ ഇൻറ്റു ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഡിസൈൻ ലോഡ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പം ലൈവ് ലോഡ്, ഡെഡ് ലോഡ്, ഇപ്പോൾ വിൻഡ് ലോഡ് തന്നാൽ അതും കൂടെ നോക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന, അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസൈൻ ലോഡാണ്. ഡിസൈൻ ലോഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കണം. ടോട്ടൽ ലോഡ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ അവിടുത്തെ ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ലെങ്കിൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഇൻറ്റു ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? ഈ പറയുന്ന ഡിസൈൻ ലോഡ് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. എന്തൊക്കെ? ലൈവ് ലോഡ് പ്ലസ് ഡെഡ് ലോഡ് ആഡ് ചെയ്യുക. 2.5 പ്ലസ് 3.5 ആണ് വരുന്നത്. സോ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻസർ 6 വരും. അപ്പോൾ ടോട്ടൽ ലോഡ് കിട്ടി. ഇൻറ്റു ഇവിടുത്തെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓൾറെഡി അത് തന്നിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ IS കോഡ് ബുക്കിൽ പറയുന്ന വാല്യൂ ആണ്. IS 456 പേജ് നമ്പർ 68 എടുക്കുക. അതിൽ തന്നെ കൊളാപ്സ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഡെഡ് ലോഡ് ലൈവ് ലോഡ് ആണെങ്കിൽ എത്രയാണ് വാല്യൂ പറഞ്ഞിരിക്കുന്നത്? വാല്യൂ 1.5 ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, വാല്യൂ എന്ന് പറയുന്നത് 1.5 ആണ്. സോ 6 × 1.5 ചെയ്യുക. ആൻസർ എത്രയാണ് വരുന്നത്? 9. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളാണ്. ഇതുപോലത്തെ പ്രോബ്ലംസ് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ടു ദി യൂസ്ഡ് ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഫോർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ്. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ആണ്. അതും കോൺക്രീറ്റിൻ്റെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ്. സോ എത്രയാണ് വരുന്നത്? 1.5. ലിമിറ്റ് സ്റ്റേറ്റ് കൊളാപ്സ് ആണെങ്കിൽ കോൺക്രീറ്റിൻ്റെ വാല്യൂ 1.5ഉം സ്റ്റീലിൻ്റെ വാല്യൂ 1.15 ആണ്. അതേസമയം ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി ആണെങ്കിൽ കോൺക്രീറ്റും സ്റ്റീലും രണ്ടിൻ്റെ വാല്യൂ 1 ആണ് വരുന്നത്. ഇത് അറിഞ്ഞിരിക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ്. ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ സ്റ്റീൽ ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി. സ്റ്റീലിൻ്റെ സർവീസിബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 1 ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് ദി കോൺക്രീറ്റ് കമ്പയർഡ് ടു ആവറേജ് ക്യൂബ് സ്ട്രെങ്ത് ഈസ്. ഓപ്ഷൻസ്: ഹയർ, ലോവർ, സെയിം, higher than 90% average cube strength. Options lower ആണ്. Then next question. The stress strain curve of concrete as per IS 456 is perfect straight line up to failure, straight up to 0.002 and parabolic up to failure, parabolic up to 0.002 and then uniform up to failure, linear up to 0.002 and uniform up to failure. So option വരുന്നത് C ആണ്. നമ്മുടെ ഓപ്ഷൻ C ആണ് വരുന്നത്. ഇതും കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. അടുത്ത 38th ക്വസ്റ്റ്യൻ ആണ്. ഫോർ അവോയ്ഡിങ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോഡ് കോമ്പിനേഷൻ ആർ ഇൻ കൺസിഡേർഡ്. ഓക്കെ, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആർ ഇൻ കൺസിഡേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ഉള്ളത് നോക്കിയേ. 0.9 DL + 1.5 വിൻഡ് ലോഡ്, 1.5 DL + 1.5 വിൻഡ് ലോഡ്, 1.5 ഡെഡ് ലോഡ് + 1.5 വിൻഡ് ലോഡ് + 1.5 എർത്തിക്വിക് ലോഡ് ആൻഡ് 1.2 × ഡെഡ് ലോഡ് + ലൈവ് ലോഡ് + വിൻഡ് ലോഡ്. ഇതിലേതാണ് ഈ ആർ ഇൻ കൺസിഡേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്? ഇതറിയണമെങ്കിൽ നേരത്തെ ആ ടേബിൾ ക്ലിയർ കട്ടായിട്ട് പഠിച്ചാൽ മാത്രമേ ഇതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കൊളാപ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ കൊളാപ്സിൽ ഡെഡ് ലോഡും ലൈവ് ലോഡും, ഡെഡ് ലോഡും വിൻഡ് ലോഡും എടുക്കുന്ന സമയത്ത് 0.9 1.5 ഉള്ളത് തന്നെയാണ്. ഓക്കെ, അടുത്ത് രണ്ടാമത് പറയുന്നത് 1.5 ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ്, 1.5 വിൻഡ് ലോഡ് അതും ഉള്ളത് തന്നെയാണ്. സോ
1.5 ഡെഡ് ലോഡ് പ്ലസ് 1.5 വിൻ ലോഡ് പ്ലസ് 1.5 എർത്തിക്വിക്ക് ലോഡ്, ഇങ്ങനൊരു സാധനം നമുക്ക് കോഡ് ബുക്കിൽ തന്നിട്ടില്ല. സോ 1.2 ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ്, അതോ സെയിം തന്നെ ഉള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ടേബിൾ കംപ്ലീറ്റ് പഠിച്ചാൽ മാത്രമേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Then an RCC beam is subjected to the following moment: dead load moment 20 kN meter, live load moment 30 kN meter, seismic load moment 10 kN meter. The design moment, നമ്മൾ നേരത്തെ ഡിസൈൻ ലോഡാണ് കണ്ടുപിടിച്ചെങ്കിൽ ഇവിടെ ഡിസൈൻ മൊമെൻ്റ് ആണ്. സ്റ്റെപ്സ് എല്ലാം സെയിം തന്നെ, പക്ഷേ കണ്ടീഷൻസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 3 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നോർമലി ഉള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെഡ് ലോഡും ലൈവ് ലോഡും വരുന്നതാണ്. നമ്മുടെ നോർമൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഡെഡ് ലോഡും ലൈവ് ലോഡും വരുന്നതാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കണ്ടീഷനിലാണ് ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, സീസ്മിക് ലോഡ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സീസ്മിക് ലോഡ് എടുക്കുന്നു. അപ്പോൾ സീസ്മിക് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് കോഡ് ബുക്കിൽ തന്നിട്ടില്ല എങ്കിലും അവിടുത്തെ എർത്തിക്വിക്ക് ലോഡ് സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഈ 3 ലോഡും കൂടെ കൺസിഡർ ചെയ്യാം. അതൊരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് എപ്പോഴും ഉള്ള ഡെഡ് ലോഡും ലൈവ് ലോഡും കൺസിഡർ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ, രണ്ടിൻ്റെയും പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഇട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ആൻസർ കിട്ടത്തില്ലേ? ആ 2 ആൻസറിൻ്റെയും ഗ്രേറ്റർ വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് കണ്ടീഷനാണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 3 കൂടെ ഞാൻ ഒരുമിച്ച് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് പ്ലസ് സീസ്മിക് ലോഡ്. അപ്പോൾ 20 പ്ലസ് 30 പ്ലസ് 10, ഓക്കെ 60 എന്ന് കിട്ടും. അപ്പോൾ ഈ ഡെഡ് ലോഡും ലൈവ് ലോഡും സീസ്മിക് ലോഡും കൂടെ ഒരുമിച്ച് വരുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് 1.2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 60 × 1.2 എന്ന് വെച്ചാൽ 72 kN. കഴിഞ്ഞില്ല, അത് ഓപ്ഷനിലുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, ആൻസർ ചെയ്ത് കഴിഞ്ഞില്ല. ഇനി രണ്ടാമത് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ട ഡെഡ് ലോഡും ലൈവ് ലോഡും മാത്രമാണ്. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്. ഡെഡ് ലോഡ് എന്ന് പറയുന്ന 20, ലൈവ് ലോഡ് എന്ന് പറയുന്ന 30. നമുക്ക് എത്ര കിട്ടും? 50 kN എന്ന് കിട്ടും. അപ്പോൾ ഡെഡ് ലോഡും ലൈവ് ലോഡിൻ്റെയും കണ്ടീഷനിൽ വരുന്നത് അവിടുത്തെ ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.5 ആണ്. അപ്പോൾ 50 × 1.5 എന്ന് പറയുമ്പോൾ നമുക്ക് 75 kN ആണ് കിട്ടുന്നത്. ഈ കിട്ടിയ 1ൻ്റെയും 2ൻ്റെയിൽ നിന്ന് നമ്മൾ എന്ത് വാല്യൂ ചൂസ് ചെയ്യണം? ഗ്രേറ്റർ വാല്യൂ വേണം ചൂസ് ചെയ്യേണ്ടത്. സോ അങ്ങനെ നമ്മുടെ ആൻസർ എത്ര വന്നു? 75 kN വന്നു. ഇത് അറിഞ്ഞിരിക്കുക, ഒരുപാട് പ്രാവശ്യം സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെഡ് ലോഡ് ലൈവ് ലോഡ് വരുമ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ എടുക്കണം. പിന്നെ നോർമലി നമുക്ക് അവിടെ തന്നിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ എടുക്കുക. രണ്ടും ചെയ്തിട്ട് അതിൽ ഗ്രേറ്റർ വാല്യൂ ഏതാണോ അത് വേണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മിനിമം കവർ ഇൻ എ സ്ലാബ് ഷുഡ് നെയ്തർ ബി ലെസ് ദാൻ ദി ഡയമീറ്റർ ഓഫ് ബാർ നോർ ലെസ് ദാൻ. സ്ലാബിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര തന്നെയാണ് വരുന്നത്? 20 mm ആണ് വരുന്നത്. ഇതും നമ്മൾ പ്രീവിയസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് ദ ഡയമീറ്റർ ഓഫ് റീൻഫോഴ്സ്മെൻറ്റ് ബാർ ആൻഡ് ദ സ്ലാബ് തിക്നെസ് ഈസ് എത്രയാണ്? 1/8. ഇതും പറഞ്ഞിട്ടുണ്ട്. ദ പെർസെൻറ്റേജ് ഓഫ് റീൻഫോഴ്സ്മെൻറ്റ് ഇൻ കേസ് ഓഫ് സ്ലാബ് when high strength deformable bars used is not less than. Answer 0.12 ആണ്. Critical section for shear in case of a slab is at a distance. ശ്രദ്ധിക്കുക, ഷിയറിൻ്റെ തന്നെ ക്രിട്ടിക്കൽ സെക്ഷൻ്റെ കാര്യമാണ് എടുത്ത് പറഞ്ഞേക്കുന്നത്. സോ അതിലുള്ള ഓപ്ഷൻ എ എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് ഓഫ് സ്ലാബ് ഫ്രം പെരിഫറി ഓഫ് കോളം ബൈ ഡ്രോപ്പ് പാനൽ. Option B, D/2 from periphery of column or capital or drop panel at the drop panels of slab at the periphery of column. ഇത് 4 ഓപ്ഷനിലും നമുക്ക് കറക്റ്റായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. D/2 ഫ്രം പെരിഫറി ഓഫ് കോളം ഓർ ക്യാപിറ്റൽ ഓർ ഡ്രോപ്പ് പാനൽ. ക്രിട്ടിക്കൽ സെക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്ന കാര്യമാണ്. The slab is designed as one way if the ratio of long span to short span is. ഇതും ഇതേ സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗ്രേറ്റർ ദാൻ 2. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തൊട്ട് മുന്നത്തെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ തന്നെ സ്റ്റാർട്ടിങ് വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് പറയുന്നത്. ഹാഫ് ഓഫ് ദി മെയിൻ steel in a simply supported slab is bent near the support at a distance of x from the center of slab bearing where x is equal to. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1/7 ആണ്.
ഇതിൽ തന്നെ നോർമലി വെരി ലൈറ്റ് സ്ലാബാണ് വരുന്നതെങ്കിൽ, എങ്ങനെയാണ്, ലൈറ്റ് സ്ലാബാണ്, വെരി ലൈറ്റ് സ്ലാബാണ് വരുന്നതെങ്കിൽ നമുക്ക് L/10 ആയിരിക്കും വരേണ്ടത്. ലൈറ്റ് സ്ലാബ് ആണെങ്കിൽ L/7 എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബെൻഡപ്പ് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ബെൻഡപ്പ് കണ്ടീഷൻ ആണെങ്കിലാണ് എന്ത് വരുന്നത് 1/7. ഇനി L/5 ആണെങ്കിലോ, L/5 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ L1 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ 1/5 അല്ലെങ്കിൽ L/5 എന്ന് പറയുന്നത് ഫോർ ബീംസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, L/10 എന്ന് പറയുന്നത് ഫോർ വെരി ലൈറ്റ് സ്ലാബ്സ്, അതുപോലെ L/7 അല്ലെങ്കിൽ 1/7 ആസ് ദ സ്റ്റാൻഡേർഡ് ബെൻഡ പോയിൻറ്റ്സ് ആണ്. ആൻഡ് L/5 ഈസ് ഓൺലി ഫോർ ബീംസ്. 46th question. When shear stress exceeds the permissible limit in a slab, then it is reduced by option A increasing the depth, option B providing shear reinforcement, option C providing higher strength steel, ഓപ്ഷൻ ഡി യൂസിങ് തിന്നർ ബാർസ് ബട്ട് മോർ ഇൻ നമ്പേഴ്സ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇൻക്രീസിങ് ഡെപ്ത് ആണ്. 47th question. If the size of panel in flat slab is 6 meter into 6 meter by IS code with the width of column strip and middle strips are. ഓപ്ഷൻസ് വന്നേക്കുന്നത് 3 meter and 1.5 meter, 1.5 meter and 3 meter, 3 meter and 3 meter, 1.5 and 1.5 meter. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ രണ്ട് കേസ് നമ്മളിതിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ കോളം സ്ട്രിപ്പ് എടുക്കുന്നതും മിഡിൽ സ്ട്രിപ്പ് എടുക്കുന്നതും എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ എടുക്കണം. കാരണം അത് രണ്ടുമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്, ഇല്ലേ? നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് രണ്ടുമാണ്. അപ്പോൾ ഇതിൽ കോളം സ്ട്രിപ്പ് എടുക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോളം സ്ട്രിപ്പ് എന്ന് പറയുന്നത് L/4ഉം അതുപോലെ തന്നെ അവിടുത്തെ മിഡിൽ സ്ട്രിപ്പ് കണ്ടുപിടിക്കുന്നത് L/2 ആണ്. കോളം സ്ട്രിപ്പ് L/4ഉം മിഡിൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത് L/2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ L എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 6 ആണ്. അപ്പം കോളം സ്ട്രിപ്പ് നമുക്ക് നോക്കാം. കോളം സ്ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും L 6, 6/2 നമുക്കറിയാം 3 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കോളം സ്ട്രിപ്പ് 3 കിട്ടി. അപ്പോൾ നോക്കിക്കേ, എയോ സിയോ ആവാം. അടുത്ത് മിഡിൽ സ്ട്രിപ്പ് കൂടെ നോക്കാം. മിഡിൽ സ്ട്രിപ്പ് എന്ന് പറയുമ്പം കോളം സ്ട്രിപ്പ് L/4 ആണ് കേട്ടോ വരുന്നത്. L/4 കോളം സ്ട്രിപ്പ് എന്ന് പറയുന്നത് L/4. അപ്പം നമുക്ക് വരുന്നത് 6/4 എന്നാണ് വരുന്നത്. 6/4 എന്ന് പറയുമ്പോൾ 1.5 ആണേ വരുന്നത്. സോ ശ്രദ്ധിക്കുക, L എന്ന് പറയുന്നത് 6/4 ആണ് എന്തെന്ന് പറയുന്നത് കോളം സ്ട്രിപ്പ് 1.5. ഇനി അടുത്ത് മിഡിൽ സ്ട്രിപ്പാണ് L/2. മിഡിൽ സ്ട്രിപ്പാണ് L/2. അതിൽ L എന്ന് പറയുന്നത് 6 ആണ്, 6/2 3. അപ്പം 1.5ഉം 3യും വരുന്നത് ഏതാണെന്ന് നോക്കാം. അതാണ് നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. മനസ്സിലായി കാണുമല്ലോ അല്ലേ പറഞ്ഞേ? അപ്പം ഈ രണ്ട് ഇക്വേഷൻസ് കോളം സ്ട്രിപ്പ് L/4, മിഡിൽ സ്ട്രിപ്പ് L/2, ഇത് ഈ കേസ് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. Okay, 48th question. Maximum percentage reinforcement in case of slab is limited to. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ലാബ് ആയാലും ശരി ബീം ആയാലും ശരി മാക്സിമം വരുന്ന പെർസെൻറ്റേജ് ഓഫ് റീൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ആൻസർ 4 ആണ് വരുന്നത്. ദ മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് ഓഫ് RCC slabs consist of 10 mm bars at 10 cm spacing. If it is desired to replace 10 mm bars by 12 mm bars, then the spacing of 12 mm bar should be. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 12 mm ബാറിൻ്റെ സ്പേസിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മെയിൻ റീൻഫോഴ്സ്മെൻറ്റിൻ്റെ RCC സ്ലാബിൽ തന്നെ ആദ്യം 10 mm ബാറിന് 10 cm സ്പേസിംഗ് ആയിരുന്നു. അത് 10 mm റീപ്ലേസ് ചെയ്ത് 12 mm ആക്കുമ്പോൾ അവിടുത്തെ സ്പേസിംഗ് എത്ര എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എങ്ങനെയാണെന്ന്, അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസിംഗ് 10 mm പറഞ്ഞിരിക്കുന്നത്. സോ സ്പേസിംഗ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ, ക്യാപിറ്റൽ AST ബൈ സ്മോൾ AST അല്ലെ തിരിച്ചായാലും ഓക്കെ 1000. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇതിൽ ആദ്യത്തെ AST എന്ന് വെച്ചാൽ π/4 ഇൻറ്റു d² d തന്നിട്ടുണ്ട് 10 ആണ്. 10² ബൈ സ്മോൾ AST അറിയില്ല ഇൻറ്റു 1000. അവിടുത്തെ സ്പേസിങ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് എത്രയാണ്? 10 cm എന്ന് തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് കിട്ടിയിരിക്കുന്ന ഡയമീറ്റർ ക്വസ്റ്റ്യനിലെ mm എന്നും പക്ഷേ നമ്മുടെ സ്പേസിങ് സെൻറ്റിമീറ്റർ എന്നുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള എല്ലാം ആണ്. അപ്പോൾ നമ്മൾ സെൻറ്റിമീറ്ററിൽ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? mm കൺവേർട്ട് ചെയ്യണം. സോ കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് 100 mm എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു 10² ബൈ സ്മോൾ AST ഇൻറ്റു 1000. ഇനി ഇതിൽ നിന്ന് എനിക്ക് AST ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു 100
ബൈ 100 ഇൻറ്റു 1000 ഇങ്ങനെ ചെയ്തുകൂടെ? രണ്ടും കട്ട് ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് AST എത്ര കിട്ടി? π/4 ഇൻറ്റു 1000 ആണെന്ന് കിട്ടി. ഇനി റീപ്ലേസിങ്ങിന് ശേഷമുള്ള കാര്യം നോക്കാം. ഇവിടെ റീപ്ലേസ്മെൻ്റ് ഉണ്ടായി. റീപ്ലേസ്മെൻറ്റിന് ശേഷം വീണ്ടും നമ്മൾ സ്പേസിങ് കണ്ടുപിടിക്കുകയാണ്. സ്പേസിങ് ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു 12 സ്ക്വയർ ബൈ ഇവിടുത്തെ സ്മോൾ AST എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് എന്താണ്? π/4 ഇൻറ്റു 1000, കാരണം ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദെൻ 1000 കട്ട് ചെയ്ത് പോകും. π/4 പോവും. നമുക്ക് 144 mm എന്നാണ് കിട്ടുന്നത്. 12 ഇൻറ്റു 12 144 mm എന്ന് കിട്ടും. ആ MM സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 14.4 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്? 14.4 സെൻറ്റിമീറ്റർ. അടുത്തത്, അക്കോർഡിംഗ് ടു IS 456/2000 the columns are struck to members whose effective length is greater than ഓപ്ഷൻ 3 ആണ് 3 times the least lateral dimension. 51 question നോക്കാം. അക്കോർഡിംഗ് ടു IS 456/2000 the minimum slenderness ratio for the short column. ഷോർട്ട് കോളത്തിൻ്റെത് ഏതാണ്? ലെസ് ദാൻ 12 ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാപ്പ് ലെങ്ത് ഇൻ കംപ്രഷൻ ഷാൾ നോട്ട് ബി ലെസ് ദാൻ ഡയ എത്രയാണ്? 15 ഡയ, 20 ഡയ, 24 ഡയ, 30 ഡയ ആണ്. നമ്മുടെ ആൻസർ വരുന്നത് 25 ഡയ ആണ്. ഫോർ എ ലോഞ്ചിറ്റ്യൂഡിനൽ റീൻഫോഴ്സ്മെൻറ്റ് ബാർ ഇൻ കോളം ദ മിനിമം കവർ ഷാൾ നെയ്തർ ബി ലെസ് ദാൻ ദി ഡയമീറ്റർ ഓഫ് ദ ബാർ നോർ ലെസ് ദാൻ. എന്തിൻ്റെയാണ് ചോദിച്ചിരിക്കുന്ന? കോളം ആണ്. കോളം ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 40 mm. അക്കോർഡിംഗ് ടു IS 456/2000 the maximum reinforcement in a column is. കോളത്തിൻ്റെ മാക്സിമം റീൻഫോഴ്സ്മെൻറ്റ് 6% ആണ്, മിനിമം 0.8% ആണ്. 55 ക്വസ്റ്റ്യൻ ആണ് അടുത്ത് പറയാൻ പോകുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. ഇതും ഇന്നലത്തെ എക്സാമിൽ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇത് പറഞ്ഞ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത, സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 56th ക്വസ്റ്റ്യനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിനിമം പിച്ച് ഓഫ് ട്രാൻസ്വേഴ്സ് റീൻഫോഴ്സ്മെൻറ്റ് ഇൻ എ കോളം ഈസ് ഓപ്ഷൻ ഡി. ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റേഷ്യോ ഓഫ് പെർമിസിബിൾ സ്ട്രെസ് ഇൻ ഡയറക്റ്റ് കംപ്രഷൻ ആൻഡ് ബെൻഡിങ് കംപ്രഷൻ ഈസ്. ഇതും നമുക്കൊരു ടേബിൾ പോലെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ആ ടേബിൾ ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഓപ്ഷൻ എ ആണ് ആൻസർ, ലെസ് ദാൻ 1. അടുത്ത 58, ഇതും പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. ദ മോഡുലാർ റേഷ്യോ. എന്താണ് മോഡുലാർ റേഷ്യോ? M in terms of permissible compressive stress due to bending in concrete, sigma c BC in Newton per mm square, given by option C ആണ് 280/3 sigma c BC. 59th question, the limit of percentage of P of the longitudinal reinforcement in a column is given by ഓപ്ഷൻ സി ആണ്. ഇത് നമ്മൾ തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ് മാക്സിമം എത്രയെന്നും മിനിമം എത്രയെന്നും. മാക്സിമം 6%, മിനിമം 0.8%. സോ അതിൻ്റെ ലിമിറ്റ് ഓഫ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ റീൻഫോഴ്സ്മെൻറ്റ് ഇൻ എ കോളത്തിൻ്റെ. അപ്പോൾ 0.8 to 6% ആണ്. അതുപോലെ മിനിമം കവർ ടു ദി ടൈസ് ഓർ സ്പൈറൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരിക്കലും 25 mm എന്ത് ചെയ്യാൻ പാടത്തില്ല, കുറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. മിനിമം കവർ ടു ദ ടൈസ് ഓർ സ്പൈറൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 25 mm. Then the load bearing capacity of a helical reinforcement column as compared to that of a tied column is. ഇതിങ്ങനെ തന്നെ നമ്മൾ കോഡ് ബുക്കിൽ മെൻഷൻ ചെയ്യുന്നതാണ്. എത്രയാണ്? 5 ആണ് വരുന്നത്. The diameter of ties in a column should be more than or equal to 1/4 of the diameter of main bar, more than or equal to 5 mm, more than 5 mm but less than 1/4 of the diameter of main bar, more than 5 mm and also more than 1/4 of diameter of main bar. ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. 63, while designing the pile as a column, the end conditions are nearly. Option A, both ends hinged, both ends fixed, one end fixed and other end hinged, one end is fixed and other end free. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. പൈലിൻ്റെ കാര്യമാണ്. അതും കോളം ബേസ്. വൈൽ ഡിസൈനിങ് ദ പൈൽ ആസ് എ കോളം, ദ എൻഡ് കണ്ടീഷൻസ് എങ്ങനെയായിരിക്കും വരുന്നത്? ഓപ്ഷൻസ് സി ആണ് വരുന്നത്. ഓക്കെ, പൈലിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. 64, in reinforced concrete pedestal is defined as a compression member whose effective length does not exceed its least lateral dimension by. pedestal ആണ്. pedestal എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 times ആണ് വരുന്നത്.
The reduction coefficient of reinforcement concrete column with an effective length of 4.8 meter and size 250 into 300 mm. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണമെങ്കിൽ റിഡക്ഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ഇക്വേഷൻസ് അറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റിഡക്ഷൻ കോഎഫിഷ്യൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ റിഡക്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ CR is equal to CR is equal to 1.25 മൈനസ് ഈ എഫക്റ്റീവ് ബൈ 48B ആണ് വരുന്നത്. സോ CR 1.25 അതുപോലെ തന്നെയാണുള്ളത്. ബാക്കി ഈ എഫക്റ്റീവ് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 4.8 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. യൂണിറ്റ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഇടണം. യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം യൂണിറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എഫക്റ്റീവ് ലെങ്ത് 4.8 മീറ്ററും അതേസമയം ഇതിൻ്റെ ഡയമെൻഷൻസ് 250 into 300 mm തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് 4.8ഉം ഡിവൈഡഡ് ബൈ 48 ഇൻറ്റു ഇവിടുത്തെ ബി എത്രയാണ് വരുന്നത്? 250 into 300 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ബി എന്ന് പറയുന്നത് 250 ആണ്. അത് MM-ൽ നിന്ന് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. സോ നമുക്ക് എത്ര വരും? 0.25 ആണ് വരുന്നത്. നമ്മളിതെല്ലാം സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 0.85 ആയിട്ട് കിട്ടും. ഓക്കെ, ഇത് ഇക്വേഷൻ അറിയാമെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആൻസർ 0.85. The last question, snow load need not be considered in the design of structure in cold region if slope of the roof is more than 60 degree ആണ് വരുന്നത്. Okay, slope of roof is more than 60 degree. Okay.